ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3 വയസ്സിലാണ് സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ് സെക്സ് ഓർഗൻസ്, അത് എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഇപ്പൊ കുഞ്ഞു കുട്ടികളോട് പറയാൻ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ പല വീടുകളിലും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ പകരം പല പെറ്റ് നെയിം ഒക്കെ ഇട്ടാണ് പല സെക്സ് ഓർഗൻസിനെയും വിശേഷിപ്പിക്കാറ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ ഉണ്ടാവാം, ടീനേജ് പ്രായത്തിലുള്ളവരുണ്ടാവാം. അവരെ കുറിച്ച് സെക്സ് ഓർഗൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാമോ? 3 വയസ്സെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾക്ക് കുട്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള പറ്റിയ അവസരം എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ്. ഈ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ എണ്ണ തേച്ച് കൊടുക്കും ശരീരത്ത്. ആ തേച്ച് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ചെയ്യാവുന്നത് നമ്മൾ പറയും മാവയുടെ കണ്ണെവിടെയാന്ന് ചോദിക്കും, മൂക്ക് എവിടെയാന്ന് ചോദിക്കും, കൈ എവിടെ, വയറെവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് കാലെവിടെ. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് അവയവങ്ങളുള്ളത് ഓരോ അമ്മയും അത് വിട്ട് കളയും. പക്ഷെ അമ്മയ്ക്ക് ധാരണ അത് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കണ്ട, അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ് അവളോ അവനോ ആരായാലും അത് വളർന്നു വരുന്ന സമയത്ത് ഓരോ ഓർഗനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അവരുടെ ഓർഗൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ അവയവങ്ങളെ കുറിച്ചും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് പറ്റിയ സമയം കുളിപ്പിക്കുന്ന സമയമായിരിക്കും കൂടുതൽ സമയം. അപ്പോൾ കുട്ടി കളിക്കുക, ചിരിക്കുക, എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ അനുസരിക്കാൻ പറ്റിയ സമയം. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞെടുത്ത് എത്രത്തോളം അവർ മനസ്സിലാക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സമയമാകുമ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കുന്ന സമയമാണ്. നമുക്ക് അവരെ ശ്രദ്ധിച്ചവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോ അവയവങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമുക്ക് തൊട്ട് കാണിച്ചു കൊടുക്കാം. ഇത് കണ്ണ്, ഇത് മൂക്ക്, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓരോ അവയവങ്ങളും തൊട്ട് കാണിച്ചു കൊടുക്കാം. തൊട്ട് കാണിച്ചു കൊടുക്കും. കുട്ടിയുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. ഇനി പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സെക്സ് ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളത് പേരെടുത്ത് പറഞ്ഞു കൊടുക്കാം. പേരെടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ ഉള്ളില് എല്ലാ അവയവങ്ങളും ഉള്ളതുപോലെ തന്നെ ഒരു അവയവമുണ്ട്, അത് യൂട്രസ് ആണ്. ആ യൂട്രസിന് 2 ട്യൂബ് ഉണ്ട്. അതിന് ഫെലോപ്പിൻ ട്യൂബ് എന്ന് പറയും, അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴൽ എന്ന് പറയും. അതിന്റെ അറ്റത്ത് 2 കൈ പോലത്തെ ഇതുണ്ട്, അത് ഓവറി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് സെർവിക്സിലേക്ക് ഇത് ഓപ്പണിംഗ് ആയിട്ട് ഒരു സഞ്ചി പോലത്തെ അവയവമാണ് യൂട്രസ്. അത് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് സെർവിക്സിലേക്കാണ്. സെർവിക്സിന് ഒരു കനാല് വന്നിട്ടാണ് വജൈനൽ കനാൽ, അവിടെ നിന്നാണ് പുറത്തേക്ക്. അപ്പൊ ഈ ഇന്റേണൽ ഓർഗൻസ് എല്ലാം അകത്താണ് പെൺകുട്ടിയുടെ എന്നുള്ളത് അമ്മ പറഞ്ഞു കൊടുക്കണം. അതാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ മറിച്ചാണ്, അവരുടെ സെക്ഷൽ ഓർഗൻസ് എല്ലാം പുറത്താണ്. അപ്പൊ പറഞ്ഞു കൊടുക്കാം ഇതാണ് സെക്ഷൽ ഓർഗൻസ്.